ആരാധകരുടെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ പുതിയൊരു രൂപത്തിൽ ഇന്ന് യുഎഫ ചാമ്പ്യൻസ് ലീഗ് നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. പുതിയൊരു സീസൺ തുടങ്ങായതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ആരാധകർക്ക് പല സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിലെ ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വർഷത്തെ ചാമ്പ്യൻസ് ലീഗിനെ പറ്റി പറയുമ്പോൾ ആദ്യം തന്നെ പറയേണ്ടത് അതിന്റെ ഫിക്സ്ചറിനെ പറ്റിയാണ്. നമ്മൾ ഇത്രയും കാലം കണ്ടുവന്നിട്ടുള്ള ഫിക്സ്ചറിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കൊണ്ടുള്ള ഒരു ഫിക്സ്ചറാണ് ഇത്തവണ ചാമ്പ്യൻസ് ലീഗിനായി തയ്യാറാക്കിയിട്ടുള്ളത്. മുമ്പൊക്കെ നമുക്കറിയാവുന്നതാണ്, ഒരു 32 ടീമുകളെ 8 ഗ്രൂപ്പുകളാക്കി തിരിച്ച് ആ ഓരോ ഗ്രൂപ്പിൽ നിന്ന് 2 ടീമുകൾ അടുത്ത റൗണ്ടിലേക്ക് എത്തി പ്രീ ക്വാർട്ടർ, ക്വാർട്ടർ, സെമി ഫൈനൽ എന്നിങ്ങനെ പറഞ്ഞ് മത്സരങ്ങളൊക്കെ നടക്കുകയായിരുന്നു. എന്നാൽ ഇത്തവണ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റത്തോടു കൂടിയാണ് യുഎഫ ചാമ്പ്യൻസ് ലീഗ് തുടങ്ങുന്നത്. ആകെ ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ വേണ്ടിയിട്ട് എത്തുന്നത് 36 ടീമുകളാണ്. ഈ 36 ടീമുകളിൽ ഓരോ ടീമിനും ആദ്യ റൗണ്ട് എന്ന് പറയുമ്പോൾ മുമ്പൊക്കെ നമ്മൾ ഗ്രൂപ്പ് സ്റ്റേജ് എന്നാണ് പറയാറുള്ളത്. പക്ഷെ അതിൽ ഇത്തവണ ലീഗ് ഫേസ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യ റൗണ്ടിൽ ഓരോ ടീമിനും 8 മത്സരങ്ങൾ വീതം കളിക്കാനുണ്ടാവും. അങ്ങനെ 36 ടീമുകളും 8 മത്സരങ്ങൾ കളിച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന 8 ടീമുകൾക്ക് നേരിട്ട് പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശനം ലഭിക്കും. 9ാം റാങ്ക് മുതൽ 24ാം റാങ്ക് വരെ വരുന്ന പിന്നീടുള്ള 16 ടീമുകൾ ഒരു നോക്കൌട്ട് റൗണ്ട് പോലെ ഓരോ മത്സരം വീതം കളിച്ച് ഇതിൽ നിന്നും 8 ടീമുകളും കൂടി പ്രീ ക്വാർട്ടറിലേക്ക് എത്തും. അങ്ങനെ ലീഗ് ഫേസ് മത്സരങ്ങൾ കഴിയുമ്പോൾ ആകെ 16 ടീമുകൾ പ്രീ ക്വാർട്ടറിൽ എത്തിയിട്ടുണ്ടാവും. പ്രീ ക്വാർട്ടർ മുതൽ അങ്ങോട്ട് പിന്നീട് നമ്മൾ ഇത്രയും കാലം കണ്ടിട്ടുള്ള അതേ രീതിയിൽ തന്നെയാണ് മത്സരങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത്. പ്രീ ക്വാർട്ടർ, ക്വാർട്ടർ, സെമി ഒക്കെ 2 ലെഗ് മത്സരങ്ങൾ ഉണ്ടാവും. ഒരു ഹോം മത്സരവും ഒരു എവേ മത്സരവും. അങ്ങനെ അതിൽ നിന്ന് ഓരോ വിജയികളും മുന്നോട്ട് പോകുന്ന രീതിയിൽ തന്നെയാണ് മത്സരങ്ങൾ ഉണ്ടാവുക. ചാമ്പ്യൻസ് ലീഗിന്റെ ആദ്യ ഘട്ടത്തിൽ മാത്രമാണ് ഒരു ചേഞ്ച് ആയിട്ട് ഇത്തവണ വന്നിട്ടുള്ളത്. മുമ്പ് ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ നടന്നിട്ടുള്ളത് ഇപ്പോൾ ലീഗ് വൈസ് മത്സരങ്ങളായി. മത്സര ക്രമങ്ങളും രീതികളൊക്കെ മാറി. മുമ്പൊക്കെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളിൽ അത്ര ശക്തമായ മത്സരങ്ങളൊക്കെ നമ്മൾ കാണുന്നത് വളരെ ചുരുക്കമായിരുന്നു. എല്ലാ ഗ്രൂപ്പുകളിലും 1-2 നല്ല ടീമുകൾ ഉണ്ടാവും. ബാക്കിയുള്ള ടീമുകളൊക്കെ താരതമ്യേന ലേശം താഴ്ന്ന ടീമുകളായിരിക്കും. പക്ഷെ ഇത്തവണ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസമായിക്കൊണ്ട് ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ ഒട്ടനവധി ആയിട്ടുള്ള നല്ല തകർപ്പൻ മത്സരങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ് പുതിയൊരു ഫേസിന്റെ ഒരു ഗുണം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. മുമ്പത്തെ പോലെ ആണെങ്കിൽ 6 മത്സരങ്ങളായിരുന്നു ഗ്രൂപ്പ് സ്റ്റേജിൽ ഓരോ ടീമിനും കളിക്കാനുണ്ടായിരുന്നത്. അതിപ്പോ 8 ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു മാറ്റം. ഇത് ഈ 8 മത്സരങ്ങളിൽ ഓരോ ടീമിനും 4 മത്സരങ്ങൾ ഹോം മത്സരവും 4 മത്സരങ്ങൾ എവേ മത്സരങ്ങളും ആയിരിക്കും. അങ്ങനെ ഒരു ചാമ്പ്യൻസ് ലീഗിന്റെ പുതിയൊരു രൂപമാണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്ന ചാമ്പ്യൻസ് ലീഗിൽ കാണാൻ വേണ്ടി പോകുന്നത്. ചാമ്പ്യൻസ് ലീഗിന്റെ പുതിയ ഫിക്സർ പ്രകാരം വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി നമുക്ക് ഇത്തവണത്തെ ചാമ്പ്യൻസ് ലീഗിന്റെ ടെലികാസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചാമ്പ്യൻസ് ലീഗിന്റെ ടെലികാസ്റ്റുമായി ബന്ധപ്പെട്ട് ഇക്കുറി വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. മുമ്പൊക്കെ ഉള്ളതുപോലെ തന്നെ സോണി സ്പോർട്ട് നെറ്റ്വർക്കിലായിരിക്കും എല്ലാ മത്സരങ്ങളിൽ ലൈവ് ടെലികാസ്റ്റ് ഉണ്ടായിരിക്കുക. സോണി 10-1, 10-2, 10-3 ചാനലുകളിലൊക്കെയായി വിവിധ മത്സരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവരുടെ OTT പ്ലാറ്റ്ഫോം ആയിട്ടുള്ള സോണി ലീവ് ആപ്ലിക്കേഷനിലും മത്സരം ലൈവ് സ്ട്രീമിംഗ് ഉണ്ടായിരിക്കും. അതിൽ കാര്യ മാറ്റങ്ങളൊന്നുമില്ല. മുമ്പുള്ള വർഷങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. സോണിയുടെ വ്യത്യസ്ത ചാനലുകളിലായി തന്നെയാണ് ചാമ്പ്യൻസ് ലീഗ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇന്ത്യയിൽ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ടെലികാസ്റ്റുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അങ്ങനെ എല്ലാവരും ഒരു പുതിയൊരു ചാമ്പ്യൻസ് ലീഗിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മുൻ വർഷങ്ങളിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഒരു തകർപ്പൻ പോരാട്ടം ഇക്കുറിയും ചാമ്പ്യൻസ് ലീഗ് കാണാമെന്ന പ്രതീക്ഷയിലാണ് എല്ലാ ആരാധകരും ഉള്ളത്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ചാമ്പ്യൻസ് ലീഗിന് പുതിയൊരു അവകാശികൾ ഉണ്ടാകുമോ, അതോ 16ാം തവണയും റയൽ മാഡ്രിഡ് കപ്പ് ഉയർത്തുമോ എന്ന കാര്യങ്ങളൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ ചാമ്പ്യൻസ് ലീഗ് എത്തുമ്പോൾ ആരാധകരേവരും വലിയ പ്രതീക്ഷകളോടെ കാത്തിരിപ്പിലാണ്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.